പെർത്ത് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് മോശം തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് 5 റൺസ് എടുക്കുന്നതിനിടെ ആദ്യ വിക്കറ്റ് നഷ്ടമായി. നിതീഷ് കുമാറിനും ഹർഷിത് റാണയ്ക്കും അരങ്ങേറ്റം നൽകിയാണ് ഇന്ത്യ കളിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ വാസുദേവ്, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ ഇന്ത്യക്ക് നിർണായകമാണ് പരമ്പര എന്നിരിക്കെ ഈ തുടക്കം അത്ര പ്രതീക്ഷ നൽകുന്ന തുടക്കം അത്ര സന്തോഷം നൽകുന്നതല്ല എന്നാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ ഇന്ത്യക്ക് അങ്ങേയറ്റം നിർണായകമാണ് ഈ പരമ്പര. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയെ പോലുള്ള വലിയൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടത് തന്നെ വേണം. ഈ പരമ്പരയിൽ ഒരു 4-0 ജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് മറ്റു ടീമുകളുടെ സഹായമൊന്നുമില്ലാതെ നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ത്യക്ക് ഒരു മോശം തുടക്കം തന്നെയാണ്. ഈ പരമ്പരയിൽ ഏറ്റവും നിർണായകമാകുമെന്ന് കരുതിയിരുന്ന ഒരു ബാറ്റർ യശസ്വി ജയ്സ്വാൾ 0 പുറത്തായിരിക്കുന്നു. അദ്ദേഹം 8 പന്ത് നേരിട്ട ശേഷം മിച്ചൽ സ്റ്റാർക്കിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു. വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി. എന്തായാലും മോശം തുടക്കമാണ്. പക്ഷേ ഇന്ത്യ അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 14 റൺസ് എന്ന നിലയിലാണ്. KL രാഹുലും ദേവദത്ത് പടിക്കലും, മലയാളിയായ ദേവദത്ത് പടിക്കലുമാണ് ക്രീസിൽ. ഇപ്പോൾ ഇന്ത്യക്ക് 2ാം വിക്കറ്റ് നഷ്ടമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവദത്ത് പടിക്കലിനെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. 23 പന്ത് നേരിട്ട ദേവദത്ത് പടിക്കലിന് റൺസ് ഒന്നും എടുക്കാനായില്ല. ഈ വിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഹേസൽവുഡിനാണ്. ഇന്ത്യക്ക് എന്തായാലും അങ്ങനെ ഒരു മോശം തുടക്കം തന്നെയാണ്. ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നതാണ് ഓസ്ട്രേലിയൻ പേസ് ബോളിങ്ങിന് മുന്നിൽ ഈ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാം. പക്ഷേ ഇതൊരു കൂട്ടത്തകർച്ചയിലേക്ക് പോകരുത് എന്നുള്ളതായിരിക്കും ഇനിയുള്ള കാര്യം ഉണ്ടാവുക. എന്തായാലും വിരാട് കോഹ്ലി ഇപ്പോൾ ക്രീസിലെത്തും. ഇനി കോഹ്ലികളാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് രോഹിത് ശർമ്മ ഇല്ലാത്ത സാഹചര്യത്തിൽ വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്ന് വലിയ ഇന്നിംഗ്സ് അനിവാര്യമായിരിക്കുന്നു. ശരി, അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്.